നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായി കാണും. കാരണം അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനാഷണൽ നേഴ്സസിനെ അയർലൻഡിലേക്കുള്ള HSE ഹോസ്പിറ്റലുകളിലേക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്കും പ്രൈവറ്റ് നഴ്സിംഗ് ഹോമുകളിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളെക്കുറിച്ചാണ്. അതിൽ തന്നെ ചില ഏജൻസികൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റുമാരെ അയർലൻഡിലേക്ക് കൊണ്ടുവരുന്നുമുണ്ട്. നിങ്ങളുടെ CV, മറ്റ് ക്വാളിഫിക്കേഷൻ കൂടെ ഒരു കവർ ലെറ്ററും വെച്ച് തന്നിരിക്കുന്ന ഏജൻസികൾക്ക് ഇമെയിൽ ചെയ്ത് കൊടുക്കുക. നല്ല കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. നമ്മൾ വേക്കൻസിയുമായി ബന്ധപ്പെട്ട ഓരോ വീഡിയോ ചെയ്യുമ്പോഴും പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, മെഡിക്കൽ സർജിക്കൽ വാർഡുകളിലേക്ക് മാത്രമേ വേക്കൻസി ഉള്ളോ എന്ന്. അങ്ങനെയല്ല, എല്ലാ വാർഡുകളിലേക്കും വേക്കൻസികൾ വരാറുണ്ട്. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട്. ഇന്നത്തെ വീഡിയോയും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെക്സ്ഫോർഡ് ജനറൽ ഹോസ്പിറ്റലിലെ NICU ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒരു കാര്യം കൂടി പറയട്ടെ, വെക്സ്ഫോർഡ് മറ്റ് കൗണ്ടികളെ അപേക്ഷിച്ച്, അതായത് ഡബ്ലിൻ, കോർക്ക്, ഗോൾവേ തുടങ്ങിയ കൗണ്ടികളെ അപേക്ഷിച്ച് റെൻ്റായാലും മറ്റ് ജീവിത ചെലവുകളായാലും അല്പം കൂടി കുറവുള്ള ഒരു കൗണ്ടിയാണ്. HSEക്ക് വേണ്ടി ഈ ഇൻ്റർവ്യൂ നടത്തുന്നത് KCR ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും അയർലൻഡിലെ HSE ഹോസ്പിറ്റലുകളിലേക്ക് നേഴ്സുമാരെ കൊണ്ടുവരുന്നതിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് KCR ആണ്. ഈ നേഴ്സസിന് 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ 200 ബെഡുകൾ എങ്കിലുമുള്ള ഹോസ്പിറ്റലിലായിരിക്കണം എക്സ്പീരിയൻസ്. ഇപ്പോൾ പല HSEയുടെ ഹോസ്പിറ്റലുകളിലും എക്സ്പീരിയൻസ് ചോദിക്കുന്നത് 4 വർഷം 6 വർഷം എന്നൊക്കെയാണ്. ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവർ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ CV ഒപ്പം മറ്റ് ഡോക്യുമെൻറ്റുകൾ എല്ലാം അയച്ചു കൊടുക്കേണ്ടുന്നതാണ്. ഓൺലൈൻ വഴിയായിട്ടാണ് ഇൻ്റർവ്യൂ. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ലോകത്തെമ്പാടുമുള്ള അയർലൻഡിൽ NMBAയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നേഴ്സസൊക്കെ ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ CVയും എക്സ്പീരിയൻസും ഒക്കെ മികച്ചതായിരിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മാസം, അതായത് ജൂലൈ 10-ാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് NMBA രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിൻ്റെ സ്ക്രീൻഷോട്ട് ആപ്ലിക്കേഷനോടൊപ്പം വയ്ക്കുകയും വേണം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 6 വർഷത്തെ അക്യൂട്ട് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് NICUവിൽ ആയിരിക്കുകയും വേണം. അതുപോലെ തന്നെ IELTS അല്ലെങ്കിൽ OET എക്സാം പാസ്സായിരിക്കണം. ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ആദ്യം സാലറി നോക്കാം. HSEയിൽ ഇപ്പോൾ സാലറി കൂട്ടിയിട്ടുണ്ട്. നേരത്തെ 35,068 യൂറോ ആയിരുന്നു പ്രതിവർഷമെങ്കിൽ ഇപ്പോൾ 35,419 യൂറോ മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറിയായി കിട്ടുന്നത്. കൂടാതെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും. ഏറ്റവും ഉയർന്ന സാലറി എന്ന് പറയുന്നത് 53,318 യൂറോ വരെയാണ്. ഷിഫ്റ്റിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് സാലറിയിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഇതൊരു ഫുൾ ടൈം കോൺട്രാക്റ്റാണ്. ഒരാഴ്ചയിലെ നിങ്ങളുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് 37.5 hours ആണ്. അതുപോലെ തന്നെ 24 days ആനുവൽ ലീവ് പ്ലസ് 10 പബ്ലിക് ഹോളിഡേയ്സ് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ കിട്ടും. എക്സലൻ്റ് റീലൊക്കേഷൻ പാക്കേജാണ് കൊടുക്കുന്നത്. NMBA, RCSI, വിസ, OET അല്ലെങ്കിൽ IELTS, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇതിനൊക്കെ നിങ്ങൾ മുടക്കിയ പണം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. മുകളിൽ പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളവർ നിങ്ങൾക്ക് അയർലൻഡിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ആണെങ്കിൽ ഈ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ CV, NMBA സ്റ്റാറ്റസ്, OET അല്ലെങ്കിൽ IELTS റിസൾട്ട് അയച്ചു കൊടുക്കേണ്ടുന്നതാണ്. ഡീറ്റെയിൽ വിവരങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അറിയുന്ന NICUവിൽ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.